പ്രിയപ്പെട്ടവരെ, വീട്ടിലെ കുറച്ച് വാനില പൂത്തു നിൽപ്പുണ്ടേ. രാവിലെ നമുക്കത് പരാഗണം ചെയ്യാൻ പോയാലോ? വായു. ഇതിപ്പോൾ കണ്ടോ, മൊത്തത്തിൽ വാനില പൂത്തു നിൽപ്പുണ്ടേ. ഇത് നമുക്ക് രാവിലെ ഒരു 6 മണിക്ക് മുമ്പ് പരാഗണം ചെയ്യാണ് ഏറ്റവും നല്ലത്. എന്നാൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്യുകയും വേണം. ഇത് ജൈവ രീതിയിൽ നമുക്ക് ഈ വാനില വളർത്തിയെടുക്കാൻ പറ്റുള്ളേ. ഇത് ആസോളം ഒന്നും കൂടുതൽ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇതിന് ഏറ്റവും ഒരു പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് ഫംഗസ് കേടുകളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മൾ പരാഗണം ചെയ്യുന്ന രീതി, ഇവിടെ നിന്ന് ബാക്കിലോട്ട് ഇല വലിച്ചിട്ട് ഉണ്ടോ, ഈ ഇവിടെ ഇരിക്കുന്ന നാമ്പ് പൊട്ടിച്ച് അതിൽ പ്രസ് ചെയ്താണ് നമ്മൾ ഈ പൂവ് പരാഗണം ചെയ്യുന്നത്. മെക്സിക്കോ എന്ന രാജ്യത്തൊക്കെ അവിടെ ഒരു കിളികൾ വന്ന് ഇത് പൊട്ടിച്ച് ഇത് അതിൻ്റെ രീതിയിൽ പരാഗണം ചെയ്യുമെന്നാണ് അറിയുവാൻ സാധിച്ചത്. നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തു കൊടുക്കണം. ഇതൊക്കെ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. പിടിച്ചിട്ടുണ്ടെങ്കിൽ 3-4 ദിവസം കൊണ്ട് അറിയാം. ഇതുപോലെ തന്നെ രീതിയിൽ ബീനീസ് ആയി കിട്ടും. ബാക്കി കുറേ എണ്ണം പൊഴിഞ്ഞു പോകും. എല്ലാം പിടിക്കണമെന്നില്ല. ഇപ്പോൾ ഈ ഒരു വാനില ബീനീസിന് നല്ലൊരു വിലയുള്ള സമയമാണ്. നാട്ടിൻപുറങ്ങളിലൊക്കെ നേരത്തെ റബ്ബർ വെട്ടി ഒത്തിരി പേര് കൃഷി ചെയ്തിരുന്നു. ഒത്തിരി പേര് ഇതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കൊടിക്ക് ഇടവേളയായിട്ടാണ് ഈ വാനില വെച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.